വേട്ടയ്ക്ക് പോവാണ് ഗൈസ്. ഇത് എയർ ഗണ്ണാണ്, ഇത് ലൈസൻസ് ഒന്നും വേണ്ട. നമ്മൾ യഥാർത്ഥ വേട്ടയ്ക്ക് പോകുന്നൊരു ഫീൽ ഇരിക്കട്ടെ ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല, ഞാനും ആളും നല്ല തിരക്കിലായിട്ട്. അപ്പോൾ ഞങ്ങളിത് ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പുതിയൊരു അതിഥിയെ പരിചയപ്പെടുത്തുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ അതിഥി. ഇത് പശ്മി എന്നൊരു ബ്രീഡാണ്. ഇത്ര വേണ്ടത്ത് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. ഇത് റയർ ബ്രീഡും കൂടെയാണ്. അപ്പോൾ ഇത് സംഭവം വന്നിട്ട് വേട്ടപ്പട്ടിയാണ്. എൻ്റെ പേര് വന്നിട്ട് മിനാറ്റോ എന്നാണ് എൻ്റെ പേര്. ടെററായിരുന്നു കേട്ടോ വന്ന സമയത്ത്. ഇപ്പം ഒന്ന് നമ്മളായിട്ട് മിങ്കിളായെന്ന് തോന്നുന്നല്ലേ ജോമോനെ? ഇത് വന്നപ്പം ഭയങ്കര ടെററായിരുന്നു, കൊര കടി അതൊക്കെയായിരുന്നു. അപ്പോൾ ഒന്ന് സെറ്റായി വരെ ഒരു 2-3 ദിവസം എടുത്തു. ഇപ്പോൾ അത് കൂളാണ്, കാമാണ്. ആശാൻ ഭയങ്കര ബ്രില്യൻ്റാണ്, ഭയങ്കര മതിലൊക്കെ ചാടും. വേട്ടപ്പെട്ടിയല്ലേ, അപ്പോൾ അതിൻ്റെതായ എല്ലാ ക്വാളിറ്റീസും ഉണ്ട് ഇതിന്. എനിക്ക് പേടിയായിരുന്നു കേസ് വന്നപ്പോൾ. ഇപ്പോഴും പേടിക്ക് കുറവൊന്നുമില്ല. ചില സമയം നിഴൽ പോലെ, ഇപ്പോൾ എൻ്റെ നിഴലായാലും കണ്ടു കഴിഞ്ഞാൽ കുരയ്ക്കും. ജോമോനായാലും പെട്ടെന്ന് അവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് അകത്തോട്ട് കയറി വരികയാണെങ്കിൽ ഒരു കുര പ്രതീക്ഷയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കും. കുരയ്ക്കാത്തത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് പേടിയില്ല കേട്ടോ. പട്ടിയാകുമ്പോൾ കടിക്കുമ്പോഴാണ് കണ്ടോ, കടിക്കുന്നുണ്ടോ? പട്ടിയാവുമ്പോൾ കടിക്കും. പക്ഷേ ഇത് നമുക്ക് ഒന്ന് ഇണങ്ങി സെറ്റ് ആകുന്നുണ്ടോ. പിന്നെ ഇത് ഭയങ്കര ഫ്രണ്ട്ലി ഡോഗായിരിക്കും. കണ്ടോ, ഇപ്പം കൂളായിരിക്കുന്നുണ്ടോ. എന്നാലും ഒന്നുകൂടെ ഒന്ന് ഇണങ്ങി സെറ്റ് ആവുന്നുണ്ട്. മാളുവിനൊന്ന് പേടിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മാളും നമ്മുടെ ഇത് മിനാറ്റോ വരുമ്പോൾ മാളും ഇങ്ങനെ അതായത് മിനാറ്റോ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഓടാൻ കണക്കിന്. ഇതാണ് മാളുവിൻ്റെ അവസ്ഥ. അല്ലെങ്കിൽ സ്റ്റാച്ചു ആണ് ഇങ്ങനെ കണ്ണുടച്ച് പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കുറച്ചാലും എനിക്ക് പേടിയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് പേടിയില്ല കേട്ടോ. ഇതിനാണെങ്കിൽ ഒരു പേടിയില്ല. ഇതാണ് കേസ് അവസ്ഥ. അതങ്ങോട്ട് സെറ്റായിട്ടില്ല. അതിന് കടിക്കാനല്ല, അതിൻ്റെ കൂടെ കളിക്കാനാണ് ശരിക്കും അതിൻ്റെ കൂടെ താല്പര്യം. അപ്പോൾ അത് കളിക്കാനായിട്ട് അതിനായിട്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അതിനെ നമ്മൾ കെയർ ചെയ്യാൻ പാടില്ല. അതിന് എടുക്കുവാണെങ്കിൽ അല്ലെ അതിനെ ഒന്ന് വീട്ടിൻ്റെ അകത്ത് കയറ്റുവാണെങ്കിൽ ഇതപ്പോൾ ഓടി വരും. അപ്പോൾ അതിന് കടിക്കണം. അത് അല്ലെങ്കിൽ കടിക്കും പോലെയാണ്, കടിക്കത്തില്ല. കളിക്കുകയാണോ അതോ അറ്റാക്ക് ചെയ്യുകയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഡേയ് എന്താണ് ആള് പേടിച്ചു കേട്ടാ. സാധാരണ ഇവക്ക് പേടിയില്ലാത്തതാ, അതെ ഇപ്പൊ പേടിച്ചിരിപ്പുണ്ട്. അവള് ശരിക്കും പേടിച്ചു പോയി. അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് അമറിക്കൊണ്ടിരിക്കുന്നവളാ. ഇപ്പൊ കിടക്ക് നോക്കിയ പേടിച്ച്. ജോമൻ എടുക്കണ്ട, എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ രണ്ടും കൂടെ കളിയാണ്. ഇപ്പം നമ്മളിപ്പോൾ വീട് തുറന്നിടുവാണെങ്കിൽ അകത്തോടെ ഭയങ്കര ഓട്ടമാണ്. രണ്ടും കൂടെ ഓടുന്നു, പിന്നെ തിരിച്ചോടുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആ ഒരു നേച്ചറൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വെളിയിലാക്കിയിട്ട് നമ്മൾ ഡോറടച്ച് അകത്തിരിക്കുവാണെങ്കിൽ അപ്പോഴും ഫ്രണ്ട്ലി നേച്ചറാണ്. അപ്പം പിന്നെ ഇതിനൊരു പ്രശ്നമൊന്നുമില്ല. ഓടുന്നു, കളിക്കുന്നു. പക്ഷേ ആൾ കണ്ട് നമ്മൾ അതിനൊന്ന് സ്നേഹിക്കാൻ അല്ലെങ്കിൽ നമ്മൾ അതിനൊരു കെയർ കൊടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇതിന് പ്രശ്നമാണ്. അപ്പം പോസസീവ് ആവുന്നതായിരിക്കും അല്ലേ? ഈ പറഞ്ഞ പോലെ മനസ്സിലാവുന്നില്ല, കളിക്കുകയാണോ അതോ ആക്രമിക്കുവാണോ ഒന്നും. അതൊക്കെ ഇത്രയും ഹൈറ്റ് ഉണ്ടോ? എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടോ? എൻ്റെ എത്ര ഉണ്ടോ? എടുക്കുന്നില്ല, നിൽക്കുന്നതേ പേടിച്ചാ. എനിക്ക് അങ്ങോട്ട് പേടിയായോ കടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല എടുക്കുന്നത്. പറയാൻ പറ്റത്തില്ലേ, അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല, ഇണങ്ങിയിട്ടില്ല. വേട്ടപ്പട്ടി ആയോണ്ടേ കുറച്ച് അഗ്രസീവ് ആയിരിക്കും. എപ്പോൾ സ്വഭാവം മാറുമെന്ന് പറയാനും പറ്റുന്നില്ല. സൈലൻ്റ് ആയിരിക്കും. നമ്മൾ നല്ല തടവുമ്പോഴൊക്കെ ഇങ്ങനെ കാമായിട്ട് നിന്ന് തരും. പക്ഷെ നമ്മൾ അകത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് കുറച്ചല്ലേ. അതൊക്കെ ഭയങ്കര പേടി തോന്നും. വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് കഥ തുറന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഇപ്പോൾ ഓട്ടമാണ്. കാണിച്ചു തരാം ഗൈസ്, കമോൺ. അമ്മ രണ്ടുപേർക്കുള്ള ഫുഡ് ഉണ്ടോ? ഒരാൾക്കാണോ? അപ്പോൾ ഇന്ന് ഇത് ഭയങ്കര സൈലൻ്റ് ആണ് വീട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ. അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാണ്, ഓട്ടമാണ്. ബെല്ല ഇരിക്കാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഇന്ന് ഭയങ്കര സൈലൻ്റ് ആണ്.
മിനാറ്റെ ഓട്ടിപ്പിക്കും, ഇവിടെ മൊത്തം ഇട്ട് ഓട്ടിപ്പിക്കും. പക്ഷെ അത് പേടിച്ച് കിടക്കും നോക്ക്. അതല്ലെങ്കിൽ ബെല്ല ഇവിടെ മിനാറ്റോ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. മറ്റേ ബെല്ല ഇത്രേ ഉള്ളൂ, പക്ഷെ മിനാറ്റോ കാണുമ്പോൾ എത്രയില്ലേ. എന്നിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മുറുകി ഇരിക്കുക. മിനാറ്റോ പേടിച്ചു, അതാണ് അവസ്ഥ. ഫ്രണ്ടിൽ നടന്ന ആ ഒരു ബഹളം ഒന്ന് പേടിച്ചായിരുന്നു. കടിച്ചിട്ടില്ലല്ലേ? കടിച്ചിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു, കടിച്ചിട്ടില്ല. മിനാറ്റോ എന്തി? മിനാറ്റോ പറഞ്ഞ അത്രയ്ക്ക് അങ്ങോട്ട് കേൾക്കുന്നില്ല എന്നെങ്കിലും കേൾക്കുന്നുണ്ട്. മിനാറ്റോ കം 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 കം. പേടിച്ചിരിക്കുമെന്ന് തോന്നുന്നു, വരുന്നില്ല. നോക്കി നോക്കി നിൽക്കണേ. ഇപ്പൊ കടിയിട്ടെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്നത്, അവിടെ ഞാൻ ജോമന്റെ ബാക്കിൽ എപ്പോഴും അങ്ങനെയൊന്നും കടിക്കത്തില്ല, അതവിടെ പേടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. സംഭരിച്ച വീഡിയോയുടെ മുന്നിൽ നിൽക്കുന്ന കേട്ടോ. നമുക്കിതിനെ കൊണ്ടുവന്നേ ബാക്കിലോട്ടൊക്കെ പോയി നടന്നിട്ട് വരാം. നല്ല പേടിച്ചു തോന്നുന്നു. പക്ഷേ ചങ്ങലയ്ക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഓടിക്കളഞ്ഞാലോ. ഇന്നലെ ഓടിപ്പോയാട്ടോ. പിന്നെ ജോമോനും പപ്പയും കൂടെ അതിസാഹസികമായി കൊണ്ടുവന്നത്. ഇപ്പോഴും കിട്ടത്തില്ല, നമ്മൾ അടുത്ത് പോകുന്നവർ ഓടിക്കളയും. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മളെ പിടിച്ചു. അപ്പൊ നമുക്ക് അതിനെ കൊണ്ട് ബാക്കിലോട്ട് പോകാം. നീ വരുന്നാ? പേടിച്ച് ഒരു പരുവായി. തൊടലുമായിട്ട് വരുന്നുണ്ട്. നമുക്കിനി മേലിലോട്ട് പോകാം. നമുക്ക് ഗണ്ണ് കൊടുത്തു, അവിടെ കുരങ്ങനുണ്ട്, കുരങ്ങനെയും കൂടെ ഓട്ടിച്ചിട്ട് വരാം. അപ്പൊ നമ്മള് വേട്ടയ്ക്ക് പോവാണ് ഗൈസ്. ഇത് എയർ ഗണ്ണാണ്, ഇത് ലൈസൻസ് ഒന്നും വേണ്ട. നമ്മളിവിടെ കുരങ്ങനെ ഓട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ നമ്മൾ ബുള്ളറ്റ് ഇടത്തില്ല. ഇതിങ്ങനെ ലോഡ് ചെയ്തിട്ട് ഇതിങ്ങനെ സൗണ്ട് കേട്ടോ. ഈ സൗണ്ട് കേട്ടോ ഗൈസ്, നമ്മൾ ഈ സൗണ്ട് കേൾപ്പിച്ച് കുരങ്ങനെ ഓട്ടിക്കും. ഈ സൗണ്ട് കേൾക്കുമ്പോൾ കുരങ്ങ് ഓടും. ഇതിന്റെ സൗണ്ട് നല്ല പ്രഷറുണ്ട് ഗൈസ്, നല്ല പ്രഷറിലാണ് ഇതിന്റെ സൗണ്ട് വരുന്നത്. അതാ ബുള്ളറ്റെ കുറിച്ച് അടുത്തൊന്നും അടിക്കുവാണെങ്കിൽ ആള് ഡെഡാവും. നമുക്ക് ഈ കുരങ്ങനെയൊന്നും വെടിവെക്കാൻ പാടില്ല, അത് നമ്മൾ അങ്ങനെ വെടിക്കാറില്ല. പെല്ലറ്റ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടൊക്കെ കുറെ നാളായി. ഇതിങ്ങനെ സൗണ്ട് കേൾപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് ലോഡ് ചെയ്തില്ല, അത് ലോഡ് ചെയ്യണം ഗൈസ്. ഇങ്ങനെ ലോഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ സൗണ്ട് കേൾക്കത്തുള്ളൂ. എന്നിട്ട് അവിടെ ഇവിടെ പെല്ലറ്റ് ഇടും. ഇതിങ്ങനെ പിടിച്ചോ, മാളൂരെ കൊണ്ട് പറ്റുമോ തോന്നുന്നില്ല ഗൈസ്, അതാണ് സത്യാവസ്ഥ. ഇവിടെ കൂടെയാണ് ഗൈസ് പെല്ലറ്റ് ഇടുന്നുണ്ടോ? സൗണ്ട് വരത്തില്ല. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. അത് എടുത്ത് എയിം ചെയ്യുമ്പോൾ ഉണ്ട്. നമ്മളിവിടെ ഷോൾഡറിൽ ഇവിടെ വെച്ചാണ്, അല്ലെങ്കിൽ പ്രഷർ കൊണ്ട് നമ്മൾ ബാക്കിലോട്ട് കിട്ടും. ഇനി മിനാറ്റയും കൊണ്ട് ഒരു മേലോട്ട് പോകാം. മിനാറ്റോ കം കം കം. ബെല്ല ശരിക്കും പേടിച്ച് ഗൈസ്. ബെല്ല ഇവിടെ ഇങ്ങനെ മാറി 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 നിൽക്കുവാണ്. ബെല്ല വാ, നമുക്ക് മേലോട്ടോ. വാ, കമോൺ ബെല്ല, കമോൺ, നമുക്ക് മേലോട്ടോ. ഇങ്ങനെയാണ് ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർ വേട്ടയ്ക്ക് പോകുന്നത്. വേട്ടപ്പെട്ടി ഒരു കയ്യിൽ തോക്ക്. ശരിക്കും വേട്ടയ്ക്ക് പോവാണല്ലോ. നമ്മുടെ ഇവിടെയൊക്കെ ലീഗലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വേട്ട ചെയ്യാറുണ്ടല്ലേ. കാനഡ, ന്യൂസിലൻഡ് ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വേട്ട ചെയ്യാൻ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒന്നും. ഇപ്പൊ രണ്ടും കൂടെ സെറ്റായി. നല്ല ബലമുണ്ട്. ഞാൻ ഇങ്ങനെ ആനൊക്കെ പിടിക്കുവാണ്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല. ഇന്നലെയൊക്കെയാണെങ്കിൽ നല്ല ഓട്ടം വരുന്നു. ഇന്നലെ വീഡിയോ എടുക്കാൻ നിന്ന് തരത്തൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ ഓട്ടം പിടിച്ചോണ്ട് പോകും. അങ്ങനെയാണെങ്കിൽ അങ്ങൊക്കെ പോയി. ഇന്ന് കൺട്രോൾഡാണ്, നമ്മുടെ അനുസരിച്ച് നിൽക്കുന്നുണ്ട്. നടക്കുമ്പം കണ്ടോ, നടക്കുമ്പോൾ അതിനനുസരിച്ച് നടക്കുന്നുണ്ട്. ഒരാളവിടെ തുറന്നു വിട്ടതിന്റെ വൻ സന്തോഷത്തില്ല. ഇങ്ങനെ ഓടി നടക്കാനാണ് കേട്ടോ ബെല്ലയ്ക്ക് ഇഷ്ടം. ഇത് നോക്കി അവിടെ നിൽക്കുന്ന കാണാവോ? നമ്മൾ യഥാർത്ഥ വേട്ടയ്ക്ക് പോകുന്നൊരു ഫീൽ ഇരിക്കട്ടെ.
ബെല്ല തളർന്നു ഇത്രയും നടന്നപ്പോൾ തന്നെ. ബെല്ലക്ക് ഇതിൽ പരം സന്തോഷം ഇനി വേറെ ഒന്നുമില്ല ഗൈസ്. ഇഷ്ടപ്പെട്ടോ? നമുക്ക് കുരങ്ങനുണ്ടെങ്കിലേ കുരങ്ങ് എങ്ങനെയാണ് ഈ സൗണ്ട് കേട്ടിട്ട് ഓടുന്നതെന്ന് നമുക്ക് കാണാം. കുരങ്ങൻ ചിലപ്പോൾ അവിടെ കാണും, അല്ലെങ്കിൽ അങ്ങ് താഴെ വരും, നമ്മുടെ അങ്ങ് വീട്ടിൻ്റെ അങ്ങൊക്കെ വരും, ഫ്രണ്ടിലൊക്കെ വന്ന് കുരങ്ങിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് അവിടെ കുരങ്ങ ഉണ്ടെങ്കിലേ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ആ സൗണ്ട് കേട്ടിട്ട് കുരങ്ങ ഓടുന്നതെന്ന് നമുക്ക് കാണാം. കുരങ്ങ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ 2 സൈഡ് കുരങ്ങനെയൊന്നും കണക്കില്ല. ഇപ്പം എവിടെയാണോ അല്ലെങ്കിൽ എന്നും വരുന്നതാണ്. ഇനി ഇത് വന്നുകൊണ്ടാണോ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ. ഇപ്പം നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ? നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ട് 1 മാസത്തിൽ കൂടുതലായി, ഫുള്ള് പുല്ല് പിടിച്ച് കാടായി. എന്നും രാവിലെ കളിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന കേസ്, അപ്പോൾ കുറച്ച് തിരക്കിലായിപ്പോയേ, അങ്ങനെ പറ്റിയില്ല. ഇത് അവിടെ കുരങ്ങ ഇരിപ്പുണ്ട്, ഇതേ കാണുന്നുണ്ട്, ഇത് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിനെ കണ്ടപ്പോൾ അത് മരത്തിൻ്റെ മേളിലോട്ട് കയറിയായിരുന്നു. നമുക്കേ തോക്ക് ലോഡ് ചെയ്തിട്ടൊന്ന് സൗണ്ട് കേൾപ്പിച്ച് നോക്കാം, അതെങ്ങനെ ഓടുന്നെന്ന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. പട്ടി എനിക്ക് ഹാൻഡ് ഓവർ വെച്ചോണ്ട് പോവും. അടിക്കൂടെ പോ. ബാളുനെ വലിച്ചോണ്ട് ഒരു പോക്കാണ്, ഇവിടെ കൊണ്ടൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കമോൺ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അപ്പം നമുക്ക് ഗണ്ണ് ലോഡ് ചെയ്ത് കുരങ്ങനെ ഓട്ടിക്കാം ഗൈസ്. ആദ്യം നമുക്കിത് താഴോട്ടാക്കണം, ഇതിനെ ലോഡ് ചെയ്യണം. ഇനി നമുക്ക് നോക്കിയോ ഗൈസ്, ഇത് അവിടെ കുരങ്ങ ഇരിപ്പുണ്ട്, നമുക്ക് മേളിലോട്ട് വയ്ക്കാം. ഇത് അവിടെ ഇരിപ്പുള്ളത്, നമുക്ക് മേളിലോട്ട് വയ്ക്കാം. എല്ലാരും പേടിച്ചു, വേട്ടപ്പെട്ടി പോലും പേടിച്ചു, വേട്ടപ്പെട്ടി പോലും. ഇതാണ് ഗൺ കണ്ടോ, ഇതാണ് ഗൺ. ഇതിനെ നമ്മൾ ഇങ്ങനെ ലോഡ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക. ഇങ്ങനെ എയിം ചെയ്തിട്ട് നിങ്ങൾ എയിം ചെയ്തിട്ട് ഉണ്ടോ, ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ പെട്ടികളും അറിയുന്നുണ്ട്, ഇതിപ്പോ വരും. പിന്നെ നമ്മൾ ചോടിയുന്നു, നമ്മളിങ്ങനെ കണ്ടും കൊണ്ട് ഇങ്ങനെ പോവാണ്. അതുകൊണ്ട് പോയിട്ട് ആരെയും വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കുറയ്ക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, കണ്ടോ മാള്, ഇത്രേ ഉള്ളൂ. അത് വരുന്നു, നമ്മളെ മണം പിടിച്ച് അത് വരുന്നു, നമ്മളെ മണം പിടിക്കുന്നു, പോകുന്നു. മാളൂനാന്നെ പേടിയെന്ന് പറഞ്ഞുണ്ടല്ലോ, അത് അടുത്ത് വരുമ്പോൾ മാളു ഇങ്ങനെയാണ്. നാഷണൽ ആന്തം കേൾക്കും ഞാൻ ആ സമയത്ത്. ഇപ്പോൾ ഞാൻ താഴെ പോയിട്ട് തിരിച്ചു വന്നപ്പം അതെന്നെ മറന്നു, എന്നെ കണ്ടുകൊണ്ട കുരയ്ക്കുക. ഇനി ജോമോനെ അന്ന് കണ്ണിന് കാഴ്ചയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടായിരിക്കോ? മാളു ഇങ്ങനെ തന്നെയാണ് കേട്ടോ, പട്ടികളെല്ലാം ആദ്യമേ സെറ്റ് ആവത്തില്ലല്ലോ. ഇതിപ്പം 2 ദിവസം കൊണ്ട് ഇത് സെറ്റായത് തന്നെ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ കെട്ടിയിട്ട് പയ്യെ ഇണങ്ങത്തുള്ളൂ. ഇത് പെട്ടെന്ന് സെറ്റായെന്ന് വേണം പറയാം. 2 ദിവസം ഞാൻ പേടിച്ച കേസ് തിന്നത്, സത്യ കേസ്. മുറിയിൽ നിന്ന് വെളിയിറങ്ങത്തില്ല, മുറിയിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ ഇല്ല ഞാൻ ഇറങ്ങത്തില്ല. അങ്ങനെ കേസ് പേടിച്ചായിരുന്നു. പിന്നെ പയ്യെ ആളുനെ കൊണ്ടുപോയി അടുത്ത് നിർത്തി മണം പിടിപ്പിച്ചു, അതിൻ്റെ പേടി മാറ്റി. ഇപ്പം മാളുതേ കൂളായിട്ടാണ് നിൽക്കുന്നത്. മാളുവിനിപ്പം പേടിയൊന്നുമില്ല. ഇപ്പോഴും ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്നെ പരിചയം, എന്നെ ഇതല്ല വീട്ടിലെ എല്ലാവരും അങ്ങ്, പപ്പയെ മാത്രം പ്രശ്നമില്ലാന്ന് തോന്നുന്നു. വേറെ നമ്മൾ ആര് പുറത്തുനിന്ന് വന്നാലും അതിന് തോന്നുന്ന എനിമി വരുന്നതാണ്. അപ്പോൾ ആ 2 കുരയ്ക്കും, ആ കുരയില്ല ഞാൻ പേടിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ബ്രീഡാണ് കേസ്. ഇതാണ് പശ്മി ഹൗണ്ട് എന്ന് പറഞ്ഞ ഒരു ബ്രീഡിൽ പെട്ടയാണ്, മെയിലാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് അങ്ങനെ അധികം ഇല്ല, ഇത് തൃശ്ശൂരെന്ന് എടുത്തതാണ്. നല്ലൊരു വേട്ടപ്പട്ടിയാണ്. വേട്ടയ്ക്കൊക്കെ പോകുമ്പോൾ നൈസാണ്. ഇതിങ്ങനെ നല്ല ഹൈറ്റിലൊക്കെ ചാടും. നമ്മൾ ഈ ചിപ്പിപ്പാറ രാജപാളയൊക്കെ ചാടുന്ന കണ്ടിട്ടില്ലേ വീഡിയോ? നല്ല ഹൈറ്റിൽ ചാടും ഇത്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു വേട്ടപ്പട്ടിയാണ്. കൊള്ളാം, നല്ല രസമുണ്ട്, ക്യൂട്ടാണ്, കാണാനും ക്യൂട്ടാണ്. ഇതിൻ്റെ വില വരുന്നത് വന്നിട്ട് 30,000 എബവ് ആണ്. 35,000 നല്ല ടോപ്പ് ലീനേജിന് കൊടുക്കേണ്ടി വരും.
ഇത് ചാമ്പ്യൻ്റെ കുട്ടിയാണ്. ഇത് തൃശ്ശൂരിൽ നിന്ന് എടുത്തതാണ്. ചാമ്പ്യൻ്റെ കുട്ടിയാണിത്. കണ്ടോ അതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടോ. നമ്മളിതിനെ പേരിട്ടിരിക്കുന്ന മിനാറ്റോ എന്നാണ്. റഷ്യൻ നെയിമാണ് മിനാറ്റോ. തളന്ന് കേട്ടോ, വെയിലായോണ്ടായിരിക്കും. ബെല്ലയും തളന്ന് വീട്ടിൽ പോയി. ഞാനൊന്ന് നീങ്ങിയപ്പോൾ കുറച്ചൊന്ന് കുതിച്ചു. അത് ബെല്ലയും തളന്ന് കേട്ടോ. ബെല്ലയും വീട്ടിൽ പോയി സേഫ് റെസ്റ്റിലാണ് ഇപ്പം. നമുക്കിനി നേരെ ഇനി വീട്ടിലോട്ട് പോകാം. ഇതിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കെട്ടിയിട്ടുണ്ട്. അവിടെ തുറന്ന് തന്നെയാണ് വിട്ടിരിക്കുന്നത്. കെട്ടിയിട്ട് അങ്ങനെ അതിന് ഫ്രീഡം വേണ്ടേ. അപ്പം നമ്മൾ തുറന്ന് തന്നെ ഇട്ടിരിക്കുന്നത്. ഇങ്ങോട്ട് തുറന്ന് വിടണമെന്നുണ്ട്, പക്ഷേ ഇത് അവിടെ മതിലില്ല. അപ്പോൾ ഇത് അങ്ങ് മേളിൽ പോകും. അവിടെ പിന്നെ ഈ നമ്മുടെ വേറെ പട്ടികളൊക്കെ വരുന്നുണ്ട്. ഈ വഴിയിലെ സ്ട്രീറ്റ് ഡോഗ്സ് ഇല്ലേ, അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനെ അങ്ങ് തുറന്ന് വിടാത്തത്. ഇത് ഒന്നുകൂടെ ഇവിടെ നിന്ന് പരിചയമാക്കിയിട്ട് നമ്മൾ തുറന്ന് വിടുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ കൊണ്ട് നടന്ന് നമുക്ക് കുറച്ച് ഇവിടെ ഫുള്ളൊന്ന് പരിചയമാക്കിയിട്ട് നമുക്ക് നേരെ ഇതിനെ താഴോട്ട് പോകാം. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കെട്ടിയിരുന്നോ എന്നാ. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? കമൻറ്റ് ബിലോ. ഇതാണ് നമ്മുടെ കുടുംബ കല്ലറ. അപ്പൂപ്പൻ, അമ്മൂമ്മ, അങ്കിൾ, എൻ്റെ അമ്മൂമ്മയുടെയും പപ്പയമ്മ. എല്ലായിടവും മണം പിടിച്ച് സ്കാൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല അനുസരണയുണ്ട്. ഗീസ് പറഞ്ഞ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിടിച്ചാതെ വരുന്നുണ്ട്. എന്നാറ്റോ കണ്ടോ. നമുക്കിനി ഇതിനെ അഴിച്ചുവിടാം. ഇവിടെ അങ്ങ് തുറന്ന് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ. അയ്യോ അതെപ്പോഴും ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടക്കും. നല്ല ദാഹം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ചൂടുണ്ട് ഗീസ്, അതായിരിക്കും. നല്ല ദാഹം ഉണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്. അയ്യോ നല്ല ചൂടാ ഗീസ്. നല്ലൊരു പ്രൊട്ടക്റ്റീവ് ഡോഗ് തന്നെയാണ് ഗീസ്. എല്ലാവരും പോകുമ്പോഴേ വേറെ ആരെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വിടത്തില്ല. അത് കുറച്ചതിനെ കീഴ്പ്പെടുത്തിയിരിക്കും. അല്ലെങ്കിൽ കുറച്ചതിനെ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരെ അത് കുറച്ചുകൊണ്ടിരിക്കും. നല്ലൊരു വാച്ച് ഡോഗ് തന്നെയാണ്. അവിടെ ഒരു ഓട്ട വന്നായിരുന്നു ഗീസ്. അത് കണ്ടപ്പോൾ അതിന് ഇരിക്കാൻ പറ്റുന്നില്ല. അത് ഇങ്ങനെ ഓടി ഓടി നടക്കുമായിരുന്നു. മിനാറ്റോ കം 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 കം. ഒന്നുമില്ല ബാ, ഒന്നുമില്ല ബാ. നിർത്തുന്നില്ല ഗൈസ്. അതിന് അത് എടുത്തുകൊണ്ട് പോകുന്നവരെ അത് കുറച്ച് വെച്ച് നിൽക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിത് എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ്. പട്ടിയിലെ കൊരകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ബൈ.